അൻസിബ, ജിൻഡോ, ജാസ്മിൻ, ശ്രീതു ഇവർക്കിടയിൽ നടന്ന ചെറിയൊരു സംഭവമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. വേണമെങ്കിൽ അൻസിബയ്ക്ക് അവിടെ ഒരു ക്രെഡിറ്റ് എടുക്കാമായിരുന്നു, കള്ളത്തരം പറഞ്ഞ് അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ അൻസിബ സത്യസന്ധമായി കാര്യങ്ങൾ പറയുമ്പോൾ അൻസിബയെക്കുറിച്ച് എന്താണ് നമ്മൾ പറയേണ്ടത്? എന്തായാലും നമുക്ക് ആ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ഒറ്റയ്ക്കാണ് ചോറ് വെച്ചതെന്ന് ജിൻഡോ പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാതെ കള്ളത്തരമാക്കിക്കൊണ്ട് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രീതുവും ജാസ്മിനും ശ്രമിച്ചിരുന്നു. അപ്പോൾ അൻസിബ ഉണ്ടായിരുന്നില്ലേ എന്ന് ജാസ്മിനും ശ്രീതുവും ജിൻഡോയിനോട് പറഞ്ഞതും തർക്കിച്ചതും ഒക്കെ അവിടെ നടന്നൊരു സംഭവമാണ്. അൻസിബ കിച്ചൺ ഏരിയയിലേക്ക് ഇതൊക്കെ കണ്ട് കടന്നു വന്ന് അവരുടെ സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ജിൻഡപ്പൻ ഒറ്റയ്ക്കാണ് ചോറ് വെച്ചത് എന്നാണ് അൻസിബ പറഞ്ഞത്. ഞാൻ ഇടയ്ക്ക് വന്ന് സഹായിക്കുക മാത്രമാണ് ചെയ്തത്. ഇനി ജിൻഡപ്പൻ പോയി റെസ്റ്റ് എടുത്തോളൂ എന്നും അൻസിബ പറഞ്ഞു. അവിടെ തർക്കിച്ച് കുളമാക്കാനോ ഞാനെന്ന ഭാവത്തിൽ സംസാരിക്കാനോ രംഗം വഷളാക്കി ചുളിവിൽ ക്രെഡിറ്റ് എടുക്കാനോ അൻസിബ നിന്നില്ല എന്നത് ഒരു ഹൈലൈറ്റ് ആയ കാര്യം തന്നെയാണ്. അതാണ് ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ അല്ലെങ്കിൽ ചുമ്മാ ഒരു കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വെറുതെ കളത്തരം പറയാതെ സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു അൻസിബയാണ് അവിടെ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ സത്യസന്ധതയും നിലപാടും പോയിന്റും പറഞ്ഞുള്ള സംസാര ശൈലിയും അൻസിബയുടെ നേരത്തെ തന്നെ ബിഗ് ബോസിൽ ശ്രദ്ധേയമായിരുന്നു. അൻസിബ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി ക്ലാരിറ്റിയിൽ പറയുകയും വെറുതെ ഒരു ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ നോക്കാതെ കാര്യങ്ങൾ ഇപ്പോൾ സംസാരിക്കുകയും ചെയ്യുന്ന ചുളിവിൽ ക്രെഡിറ്റ് ഒന്നും എടുക്കാതെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു അൻസിബയാണ് കാണാൻ കഴിഞ്ഞത്. നേരത്തെ നടന്ന സംഭവം ഇങ്ങനെ തന്നെയായിരുന്നു. ആ ചോറുമായി ബന്ധപ്പെട്ട ജിൻഡോൻ്റെ പേരുമാണ് അൻസിബയ്ക്ക് കളവ് അറിയാമായിരുന്നു. പക്ഷേ അൻസിബ അവിടെ കാര്യങ്ങൾ വ്യക്തമാക്കി മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു.